ഒരു നടൻ വിചാരിച്ചാൽ മറ്റൊരു നടന്റെ കരിയർ ഇല്ലാതാക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിവേക് ഒബ്റോയിയുടെ ജീവിതം. ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറായി മാറേണ്ടിയിരുന്ന നടന്റെ സിനിമകൾ തുടരെ പരാജയപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ആക്ട് ചെയ്യാൻ പോലും ആരും തയ്യാറായില്ല. ഒടുവിൽ ആ നടൻ ബോളിവുഡിലെ മിക്ക നടന്മാരെയും പിന്നിലാക്കി 1200 കോടി രൂപയുടെ സമ്പാദ്യമുണ്ടാക്കി. അല്ലു അർജുനേക്കാളും രജനീകാന്തിനേക്കാളും ഒക്കെ സമ്പന്നനാകാൻ വിവേകിന് സാധിച്ചതിന് പിന്നിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും അദ്ദേഹത്തിന്റെ ബിസിനസ് എങ്ങനെ സഹായിച്ചു എന്നും ഈ വീഡിയോയിൽ വിശദമായി പറയും. ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെ മലയാളികളുടെ മനസ്സിലും ഇടം നേടിയ നടനാണ് വിവേക് ഒബ്റോയി. ബോളിവുഡിലെ ഏറ്റവും പരാജയപ്പെട്ട നടന്മാരിൽ ഒരാളായിരുന്നു വിവേക് ഒബ്റോയി എന്ന് പറയുന്നതിൽ തെറ്റില്ല. 22 വർഷത്തെ ബോളിവുഡ് കരിയറിൽ അദ്ദേഹം 30ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. അതിൽ 24 ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഇന്ന് വിവേക് ഒബ്റോയിയുടെ ആസ്തി വളരെ കൂടുതലാണ്. സെപ്റ്റംബർ 10 ഗണേശ ചതുർത്ഥി ദിനത്തെ വിവേക് ഒബ്റോയി 66 കാരറ്റ് ഡയമണ്ട് തിലക് പൂനെയിലെ ഏറ്റവും വലിയ ഗണേശ മണ്ഡലമായ ശ്രീമന്ത് ജഗദീഷ് ഗണപതിക്ക് സമർപ്പിച്ച് 2 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം 12 കോടി രൂപ വിലയുള്ള ഒരു റോൾസ് റോയ്സ് വാങ്ങി. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഒരു ബോളിവുഡ് സിനിമ പോലും ചെയ്യാത്ത വിവേക് ഒബ്റോയി എങ്ങനെയാണ് ഇത്രയധികം പണം സമ്പാദിക്കുന്നത്? ഇതിനു പിന്നിലെ കാരണം അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ഡോളർ ബിസിനസ്സാണ്. ഇന്നത്തെ വീഡിയോയിൽ വിവേക് ഒബ്റോയി ഒരു ബോളിവുഡ് നടനിൽ നിന്ന് 1200 കോടി രൂപയുടെ ഉടമയായി മാറിയത് എങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഡാർക്ക് റിയാലിറ്റി എന്താണ്? അദ്ദേഹം ഏത് ബിസിനസ്സാണ് ആരംഭിച്ചത്? എപ്പോഴാണ് ആരംഭിച്ചത്? എങ്ങനെയാണ് ആരംഭിച്ചത്? അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് അദ്ദേഹം സമ്പാദിച്ചത്? തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അറിയാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിവേക് ഒബ്റോയിയുടെ പിതാവ് സുരേഷ് ഒബ്റോയി അക്കാലത്ത് വളരെ പ്രശസ്തനായ ഒരു ബോളിവുഡ് നടനായിരുന്നു. നമ്മളൊക്കെ സുഹൃത്തുക്കളുമായി ചെറുപ്പം ആഘോഷിച്ചിരുന്ന സമയത്ത് വിവേകിന്റെ പിതാവ് അവന് ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. വിവേകിന് 7 വയസ്സ് തികഞ്ഞപ്പോൾ അച്ഛനവന് കുറച്ച് പെർഫ്യൂം ബോട്ടിൽസ് കൊടുത്തിട്ട് അവ വിൽക്കാൻ ആവശ്യപ്പെട്ടു. വിവേക് ഒബ്റോയിയുടെ സമ്മർ വെക്കേഷൻ ഹോംവർക്ക് ഇതായിരുന്നു. എത്ര സ്റ്റോക്ക് ഉണ്ട്, ഏത് ബ്രാൻഡാണ്, നിർമ്മാണ ചെലവ് എത്രയാണ്, ഇതെല്ലാം ശ്രദ്ധിച്ച ശേഷം ഈ ബോട്ടിലുകൾ കൂടുതൽ വിൽക്കാൻ വിവേക് തീരുമാനിച്ചു. ആ സമയത്ത് വിവേകിന് എല്ലാ ബോട്ടിലുകളും വിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കുറച്ച് ബോട്ടിൽസ് വിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 7-ാം വയസ്സിൽ തന്നെ വിവേക് ബിസിനസിന്റെ ബേസിക് മനസ്സിലാക്കിയിരുന്നു. 14-ാം വയസ്സിൽ വിവേക് അജ്മീറിലെ മായോ കോളേജിൽ ചേർന്നപ്പോൾ സ്വന്തമായി പണം സമ്പാദിക്കാൻ ഇതാണ് ശരിയായ പ്രായമെന്ന് പിതാവിന് തോന്നി. അതോടെ വിവേകിന് പണം കൊടുക്കുന്നത് അദ്ദേഹം നിർത്തി. പണത്തിനു വേണ്ടി കുറച്ചു മാസങ്ങൾ ജോലി അന്വേഷിച്ച് നടന്ന വിവേക് ഒബ്റോയി കോളേജ് ഇവന്റിൽ ആങ്കറായി പ്രവർത്തിച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങി. കൗമാരപ്രായം മുതൽ തന്നെ വിവേക് ഒബ്റോയിയുടെ ശബ്ദം വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് ചെറിയ ഇംഗ്ലീഷ് സിനിമകൾ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്യുന്നതിലൂടെയും അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കാൻ തുടങ്ങി. ആങ്കറിങ്ങിലൂടെയും ഡബിങ്ങിലൂടെയും പ്രതിമാസം നല്ലൊരു തുക സമ്പാദിച്ചെങ്കിലും അദ്ദേഹം തൃപ്തനായില്ല. വിവേകിന്റെ മനസ്സെല്ലായിടത്തും ബിസിനസ് ഐഡിയാസിനു വേണ്ടി തിരയുകയായിരുന്നു. കോളേജിന് പുറത്ത് ചില ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന നിരവധി വിൽപ്പനക്കാർ ഉണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. പക്ഷെ അവിടെ എന്തെങ്കിലും ഭക്ഷണം തീർന്നാൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ 5-6 കിലോമീറ്റർ ദൂരം പോകേണ്ടി വരുമായിരുന്നു. ഈ അവസരം മുതലാക്കി വിവേക് ഒബ്റോയി കുറച്ച് ഭക്ഷണം സ്വരൂപിച്ച് തന്റെ കോളേജിന് പുറത്തുള്ള ഭക്ഷണ വിൽപ്പനക്കാർക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 16 വയസ്സുള്ളപ്പോൾ തന്നെ വിവേക് ഒബ്റോയി 56 ലക്ഷം രൂപ പ്രോഫിറ്റ് നേടി. ആദ്യമായി അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നാലും ഈ തുക കൊണ്ട് അദ്ദേഹം തൃപ്തനായിരുന്നില്ല. പണം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം ഏതാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അത് സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്ന് മനസ്സിലാക്കി വിവേക് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററായി. മറ്റൊരാളിൽ നിന്ന് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുകയും സ്വന്തം ബിസിനസ് സെൻസ് പ്രയോഗിക്കുകയും ചെയ്തു. ഇതോടെ 2 വർഷത്തിനുള്ളിൽ വിവേകിന് 40 മുതൽ 50 ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് കിട്ടി. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരാളെ സമ്പന്നനാക്കാൻ കഴിയുമെങ്കിൽ അയാളുടെ പണം ഒറ്റ രാത്രി കൊണ്ട് മുക്കിക്കളയാനും കാരണമാകും. വിവേക് ഒബ്റോയി തന്റെ പോർട്ട്ഫോളിയോയിലെ പണം ഒരു അപകട സാധ്യതയുള്ള സ്റ്റോക്കിൽ നിക്ഷേപിച്ചു. അതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പണവും നഷ്ടമായി. വിവേക് ഒബ്റോയി 0-ത്തിലെത്തി. കഴിഞ്ഞ 3 വർഷത്തെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമെല്ലാം പാഴായിപ്പോയി. കോളേജ് പഠനം അവസാനിക്കാറായപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പണം ആവശ്യമായി വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് പണമോ ബിസിനസ്സോ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ വിവേക് ഒബ്റോയി അഭിനയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛൻ ബോളിവുഡിലെ ഒരു വലിയ നടനും സംവിധായകനുമായിരുന്നു. എന്നാൽ പോലും തന്റെ ആദ്യ സിനിമയ്ക്കായി 3-4 വർഷം അദ്ദേഹത്തിന് കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷെ ഒടുവിൽ 2002-ൽ അദ്ദേഹത്തിന്റെ കമ്പനി എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ അത് വൻ വിജയമായി മാറി. മികച്ച പുതുമുഖ നടനും മികച്ച സഹനടനുമുള്ള ഫിലിംഫെയർ അവാർഡും വിവേക് ഒബ്റോയി കരസ്ഥമാക്കി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ 2ാമത്തെ സിനിമ സാത്യ പുറത്തിറങ്ങി. അതും സൂപ്പർ ഹിറ്റായി. അതോടെ എല്ലാവരും വിവേക് ഒബ്റോയിയെ ബോളിവുഡിലെ വലിയ നടന്മാരുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങി. വിവേകിന്റെ ആക്ടിങ്ങും രൂപഭംഗിയും കാരണം അദ്ദേഹത്തിന്റെ ആരാധകർ മാത്രമല്ല, നിരവധി വലിയ നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരും വരെ അദ്ദേഹത്തെ ബോളിവുഡിലെ അടുത്ത വലിയ താരമായി കണക്കാക്കാൻ തുടങ്ങി. എല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനിടയിൽ 2003 മാർച്ച് 9
അന്ന് അർദ്ധരാത്രി 12 മണിക്ക് വിവേക് ഒബ്റോയിക്ക് ഒരു കോൾ വന്നു. വിവേക് ഒബ്റോയിയുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കോളായിരുന്നു അത്. ആ കോൾ വിളിച്ചത് സൽമാൻ ഖാൻ ആയിരുന്നു. വിവേകിന് ആരുമായിട്ടാണ് ബന്ധമുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. ഏതൊരു നടനും ശ്രദ്ധിക്കപ്പെടുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കും. എല്ലാം TRPയുടെ കളിയാണ്. വിവേക് ഒബ്റോയിയുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു. സാത്യ എന്ന സിനിമ വൻ വിജയം നേടിയതോടെ വിവേക് ഒബ്റോയിക്ക് മറ്റു നടിമാരുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങി. പക്ഷെ മിക്ക റൂമർസും ഐശ്വര്യ റോയുമായിട്ടായിരുന്നു. ആ സമയത്ത് ഐശ്വര്യ സൽമാൻ ഖാനുമായി പ്രണയത്തിലായിരുന്നു. അതിനുശേഷം സൽമാൻ ഖാൻ എന്താണ് ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിവേക് ഒബ്റോയിയുടെ സിനിമകൾ കോടികളുടെ ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിലും ആ സമയത്തും സൽമാൻ ഖാന് വ്യവസായത്തിൽ വലിയ കൺട്രോൾ ഉണ്ടായിരുന്നു. ആരുടെയും കരിയർ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വിവേക് ഒബ്റോയിയുടെ കാര്യത്തിലും അതാണ് ചെയ്തത്. പിന്നീട് വിവേക് ഒബ്റോയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ സംവിധായകർ വിസമ്മതിച്ചു. നിർമ്മാതാക്കൾക്ക് അദ്ദേഹവുമായി കരാർ ഒപ്പിടാൻ പേടിയായിരുന്നു. ആക്ടേഴ്സ് പോലും അദ്ദേഹത്തിന്റെ ഫോണുകൾ എടുക്കുന്നത് നിർത്തി. ഇത് മാത്രമല്ല, വിവേകിനും കുടുംബത്തിനും അധോലോകത്തിൽ നിന്ന് ഭീഷണികൾ വന്നു തുടങ്ങി. ഈ വിവാദങ്ങൾ വിവേക് ഒബ്റോയിൽ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ ചെലുത്തി. അദ്ദേഹം വളരെ കാലം ഡിപ്രഷനിലായി. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അദ്ദേഹത്തിന്റെ ജോലിയെയും വളരെ മോശമായി ബാധിച്ചു. വിവേകിന് കിട്ടിയ ചുരുക്കം ചില സിനിമകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഒട്ടും മികച്ചതായിരുന്നില്ല. പിന്നീടിറങ്ങിയ വിവേക് ഒബ്റോയിയുടെ എല്ലാ സിനിമകളും ഒന്നിനു പിറകെ ഒന്നൊന്നായി പരാജയപ്പെട്ടു. നിർമ്മാതാക്കൾക്ക് അവർ നിക്ഷേപിച്ച പണം പോലും തിരികെ കിട്ടിയില്ല. അതുകൊണ്ട് വിവാദങ്ങൾക്കിടയിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായവർ വിവേക് ഒബ്റോയിയുടെ സിനിമകളിൽ ആക്ട് ചെയ്യാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തെ പുകഴ്ത്തിയിരുന്ന ആളുകളും നിർമ്മാതാക്കളും പത്രപ്രവർത്തകരുമെല്ലാം വിവേകിനെ ഒരു ഫെയിൽഡ് ആക്ടർ എന്ന് വിളിക്കാൻ തുടങ്ങി. വിവേക് ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. ആഡംബരപൂർണമായ ഒരു ജീവിതശൈലി അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ഈ സമയത്ത് വിവേക് ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചു. അതിനുവേണ്ടി വിപണിയിൽ അദ്ദേഹം പഴുതുകൾ അന്വേഷിക്കാൻ തുടങ്ങി. വലിയ പണം സമ്പാദിക്കാൻ കഴിയുന്ന വിപണികൾ വിവേക് തിരിച്ചറിഞ്ഞു. ഈ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുന്നതിനായി വിവേക് ദുബായിലേക്ക് താമസം മാറി. പതുക്കെ അദ്ദേഹം തന്റെ ജീവിതവും കരിയറും കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ഇന്ന് തന്റെ മികച്ച ബിസിനസ്സും നിക്ഷേപങ്ങളും കാരണം അദ്ദേഹത്തിന്റെ ആസ്തി 1200 കോടി രൂപയായി. വിവേക് ഒബ്റോയിയുടെ മൊത്തം ആസ്തി വിരാട് കോഹ്ലിയേക്കാൾ കൂടുതലാണ്. ബോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനേക്കാൾ സമ്പന്നനാകാൻ വിവേക് ഒബ്റോയിക്ക് സാധിച്ചതിന് നിരവധി കാരണങ്ങളുണ്ട്. 2011 മിഡിൽ ക്ലാസിന് താങ്ങാനാകുന്ന വിലയിൽ വീടുകൾ നിർമ്മിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ അദ്ദേഹം കർം ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ആരംഭിച്ചു. ഇന്നുവരെ അത് ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ആളുകളെ ഏറ്റവും ആകർഷിക്കുന്ന കാര്യം അവരുടെ മാർക്കറ്റിംഗ് ആണ്. ഏതെങ്കിലും കുടുംബം വീട് രജിസ്ട്രേഷനായി അവരുടെ അടുത്തെത്തുമ്പോൾ വിവേകും ടീമും അവരെ സെലിബ്രിറ്റികളെ പോലെയാണ് പരിഗണിക്കുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും ഹെലികോപ്റ്റർ യാത്രയും നൽകുന്നുണ്ട്. ഇതോടൊപ്പം അദ്ദേഹം കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബിസിനസ് BMW ഡെവലപ്മെന്റ് ആണ്. വിവേക് ഒബ്റോയി മിഡിൽ ക്ലാസിനെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്. റിയൽ എസ്റ്റേറ്റിൽ ആർക്കെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന പ്രോഫിറ്റ് നൽകാൻ കഴിയുമെങ്കിൽ അത് എലൈറ്റ് ക്ലാസ് ആളുകളാണ്. മിക്ക ഉന്നതരും താമസിക്കുന്നത് ദുബായിലാണ്. അതുകൊണ്ടാണ് വിവേക് ഒബ്റോയി ദുബായിൽ BMW ഡെവലപ്മെന്റ്സ് എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ആരംഭിച്ചത്. ദുബായിലെ ആളുകൾക്ക് പണത്തിന് ഒരു കുറവുമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് പണത്തേക്കാൾ വലുത് പണത്തിന്റെ പ്രദർശനമാണ്. നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ലോകത്തോടും മുഴുവൻ നിങ്ങൾ എത്രത്തോളം സമ്പന്നനാണെന്ന് അറിയിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ഒരു സൂപ്പർ ആഡംബര വീട്ടിൽ താമസിക്കുക എന്നതാണ്. ദുബായിൽ പോയപ്പോൾ ഈ കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു. അങ്ങനെ എലൈറ്റ് ക്ലാസ് ആളുകളെ ലക്ഷ്യമിട്ട് ആഡംബര വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങി. വിവേക് ഒബ്റോയി ഈ കമ്പനിയിൽ നിന്ന് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബിസിനസ് വിദേശ കറൻസിയിലാണ്. ദുബായിൽ അവിടെ നികുതിയില്ല. അപ്പോൾ ഈ കമ്പനിയിലൂടെ അവർ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയും. 2022 വിവേക് സോളിറ്റേറിയോ എന്ന പേരിൽ ഒരു വജ്ര കമ്പനി ആരംഭിച്ചു. എന്നാൽ ഈ കമ്പനി മറ്റു വജ്ര കമ്പനികളെ പോലെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കമ്പനി നാച്ചുറൽ ഡയമണ്ട് അല്ല, ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ആണ് നിർമ്മിക്കുന്നത്. ലോകമെമ്പാടും വളരെ പരിമിതമായ സ്ഥലങ്ങളിലാണ് വജ്രങ്ങൾ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ മൂല്യം വളരെ ഉയർന്നത്. ഡയമണ്ട് ലക്സറിയുടെ സിംബലാണ്. അവിടെയാണ് വിവേക് തന്റെ അവസരം കണ്ടത്. അന്താരാഷ്ട്ര ആഭരണ വിപണിയിൽ 10 വർഷത്തിലേറെ പരിചയമുള്ള റിക്കി വസന്താനിയെ വിവേക് സമീപിച്ചു. അവരൊരുമിച്ച് വജ്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഡയമണ്ട് നിർമ്മിക്കുന്ന ആദ്യത്തെ കമ്പനി അല്ല സോളിറ്റേറിയോ. പക്ഷെ ഇന്ത്യൻ വിപണിയിൽ അവർക്ക് വളരെ കുറച്ച് എതിരാളികളെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ 66 ക്യാരറ്റ് ഡയമണ്ടിലേക്കും സോളിറ്റേറിയോ ലാബിലെ വജ്രമായിരുന്നു. ഇത് ഫ്യൂച്ചറിനെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതിയാണ്. അതായത് ആളുകൾ ആർട്ടിഫിഷ്യൽ ഡയമണ്ടിലേക്ക് നീങ്ങുമ്പോൾ വിവേകിനെ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ലഭിക്കും. മെഗാ എന്റർടൈൻമെന്റ് എന്ന വിവേക് ഒബ്റോയിയുടെ 4ാമത്തെ പ്രധാന കമ്പനി ഇന്ത്യയിലും ദുബായിലും പ്രവർത്തിക്കുന്ന ഒരു ഇവന്റ് മാനേജ് കമ്പനിയാണ്.
വിവേക് പഴയ അതേ ഹെലികോപ്റ്റർ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. മാരേജ് നടത്തുന്ന ഏതൊരു ദമ്പതികൾക്കും സൗജന്യ ഹെലികോപ്റ്റർ യാത്ര ലഭിക്കും. മിഡിൽ ക്ലാസിന്റെയും എലൈറ്റ് ക്ലാസിന്റെയും മെന്റാലിറ്റിയിലെ വ്യത്യാസം വിവേക് ബ്രോയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ എല്ലാ ബിസിനസ്സുകളിലും ഇത്രയധികം വിജയിക്കുന്നത്. ഇതിനു പുറമെ അദ്ദേഹം സ്വർണിംഗ് യൂണിവേഴ്സിറ്റിയുടെയും എഡ്യൂക്കേഷണൽ ലോൺ പ്ലാറ്റ്ഫോമിന്റെയും സ്ഥാപകൻ കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്ന വിലയിൽ വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്ന ഈ കമ്പനിയുടെ ആകെ മൂല്യം 3400 കോടിയിലധികമാണ്. 2022 വിവേക് ഒബ്റോയി അവർ കോഫി എന്ന പേരിൽ ഒരു കോഫി ബ്രാൻഡും ആരംഭിച്ചു. അതും നിലവിൽ വിപണിയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അവരുടെ വിപണി വിഹിതം കൂടുതൽ വർദ്ധിക്കും. നിലവിൽ വിവേക് ഒബ്റോയി തന്റെ കമ്പനിയിലും കോഫിയിലും 50% ഓഹരി ഉടമയാണ്. അതുകൊണ്ട് കമ്പനി വളരുന്നതിനനുസരിച്ച് വിവേകിന്റെ ആസ്തിയും വർദ്ധിക്കും. അന്ന് 10ഓളം സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ട വിവേക് ഒബ്റോയി ഇന്നത്തെ ബോളിവുഡിലെ ഏറ്റവും ധനികനായ നടന്മാരിൽ ഒരാളായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. അദ്ദേഹം വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തു. ആക്ടിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹം തന്റെ ബിസിനസ് കെട്ടിപ്പടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഇന്ന് വളരെ ഉയർന്നത്. വിവേക് ഒബ്റോയി എന്ന നടനെയാണോ ബിസിനസ്സുകാരനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.